PM ശ്രീ പദ്ധതിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രി വി ശിവൻകുട്ടിയും തമ്മിലുള്ള കൂടിക്കാഴ്ച മറ്റന്നാളാണ്. ഉച്ചയ്ക്ക് 3 മണിക്ക് മന്ത്രിയുടെ വസതിയിലാകും കൂടിക്കാഴ്ച. PM ശ്രീ പദ്ധതിയും SSK ഫണ്ട് കുടിശ്ശികയും ചർച്ചയ്ക്ക് വരും. കരാർ മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്തയക്കുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ടറോട് പറഞ്ഞു. 3 മണിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ച് കാണുന്നതിന് വേണ്ടി അദ്ദേഹം സമയം തന്നിട്ടുണ്ട്. അപ്പോൾ SSK ഫണ്ടിൻ്റെ കുടിശ്ശിക, സ്റ്റാൻസ് പദ്ധതിയുടെ കുടിശ്ശിക, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹമായിട്ട് സംസാരിക്കുന്നുണ്ട്. കത്തയക്കുന്ന കാലതാമസമല്ല, അതിൻ്റെ ഒരു കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു കത്താണ്. അതിൻ്റെ എല്ലാ വശവും നോക്കി, നിയമപരമായ കാര്യങ്ങൾ നോക്കി ഇപ്പോൾ 10 ദിവസം മറ്റിലായുള്ളൂ. അത് ഉടനെ തന്നെ നിർവഹിക്കുന്നത്. SSKയുടെ 109 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അത് വന്നിട്ടുണ്ട്. 2 കോടിയുള്ള പ്രപ്പോസൽ കൊടുത്തു കഴിഞ്ഞു. നമുക്ക് തരാനുള്ള കാശും ഈ 25-26 കാശും കൂടെ ചേർത്തുമ്പോൾ ഏകദേശം 500 കോടി വരും. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി. ഗോപാൽ, ഇപ്പോൾ മറ്റന്നാൾ ചർച്ച നടക്കാനിരിക്കെ മന്ത്രി വിശദീകരിക്കുന്ന എന്താണ്? ഇപ്പോൾ ഈ കത്തയക്കാത്തതുമായി ബന്ധപ്പെട്ട എന്താണ് ഇതിൽ പ്രതികരണമായി വരുന്നത്? കാരണം CPM ഉള്ള ചർച്ചയ്ക്ക് തൊട്ടു പിന്നാലെ കത്ത് പോകുമെന്നാണ് പ്രതീക്ഷ, പക്ഷേ ഇതുവരെ പോയിട്ടില്ല. അതേ സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ട് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മന്ത്രി വി ശിവൻകുട്ടി നമ്മളോട് വ്യക്തമാക്കിയത്. ഒന്ന്, ഈ SSK ഫണ്ടും PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ ഉച്ചയ്ക്ക് 11 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ഡൽഹിയിലേക്ക് പോകും. തൊഴിൽ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പോകുന്നത്. അതേസമയം തന്നെ മറ്റന്നാൾ ഉച്ചയ്ക്ക് 3 മണിക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം നിശ്ചയിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയുടെ വസതിയിൽ വെച്ച് തന്നെയാണ് ഈ കൂടിക്കാഴ്ച നടത്തുക. SSK ഫണ്ട്, സമഗ്ര ശിക്ഷ, PM ശ്രീ പദ്ധതി അടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാകും ഈ യോഗത്തിൽ ചർച്ചയാവുക. അതിനോടൊപ്പം തന്നെ നമ്മൾ ഉന്നയിച്ച മറ്റൊരു ചോദ്യമായിരുന്നു ഈ പദ്ധതി മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ 10 ദിവസമല്ലേ ആയുള്ളൂ, അത് കേന്ദ്രത്തിന് അയക്കേണ്ട കത്തായതിനാൽ തന്നെ അത് ഗൗരവ സ്വഭാവത്തിൽ പ്രധാനപ്പെട്ട കൂടിയാലോചനകളും ചർച്ചകളും നിയമോപദേശവും എല്ലാം തേടിയ ശേഷം അയക്കേണ്ട കത്താണ്. അതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടിയിട്ടുണ്ട്. ആ നിയമോപദേശം ലഭിച്ചിട്ടുമുണ്ട്. ആ നിയമോപദേശം കൂടി ലഭിച്ച ശേഷം മുഖ്യമന്ത്രി അത് കണ്ട്, മുഖ്യമന്ത്രി ഇപ്പോൾ കുവൈത്തിലാണ് ഉള്ളത്. ആ കുവൈത്തിലുള്ള മുഖ്യമന്ത്രി നാട്ടിൽ മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം കൂടി കണ്ടതിന് ശേഷം കത്തയക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ SSK ഫണ്ടിന്റെ 2ാം ഗഡുവിന് വേണ്ടിയുള്ള പ്രപ്പോസൽ സമർപ്പിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആദ്യ ഗഡു 109 കോടി കിട്ടിയതിന് പിന്നാലെയാണ് SSK വഴി ഇപ്പോൾ 2ാം ഗഡു ഫണ്ടിന് വേണ്ടിയുള്ള പ്രപ്പോസൽ നീക്കം തുടങ്ങിയിരിക്കുന്നത്. 500 കോടിയോളം രൂപ കുടിശ്ശികയുള്ള മൊത്തം ഫണ്ടിന്റെ പ്രപ്പോസലാണ് 2ാം ഘട്ടത്തിൽ അയച്ചിട്ടുള്ളത്. ഈ 2ാം ഗഡു ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയവും മന്ത്രി മറ്റന്നാൾ നടക്കുന്ന യോഗത്തിൽ അല്ലെങ്കിൽ ചർച്ചയിൽ അവതരിപ്പിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മൃതി, ഗോപാൽ ശിലാസനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.